അപ്പൊ ഫ്രണ്ട്സ്, ഒരു കാര്യം പറയാനുള്ളത് എന്താ അറിയാം, ഇവിടെ ഒരാളെ കൊന്ന ഒരു മരം ഇവിടെ ഉണ്ട്. ഏതാ അറിയാം, ഒരു മരത്തടി. ഫ്രണ്ട്സ്, ഞാനിപ്പോ ഉള്ളത് ഷാർജയിലെ അതിപുരാതനമായ ഒരു പള്ളീന്റെ അടുത്താണ്. മഗ്‌രിബ് നിസ്കരിക്കാനും വേണ്ടി ഇറങ്ങിയത്. അന്നേരം ഫായിസ് എന്നോട് പറഞ്ഞ് ഇവിടെ ഒരു പഴയ പള്ളിയുണ്ട്, ഒരു കോട്ടയും അങ്ങനത്തെ ഒരു സംഭവങ്ങളുണ്ട്. അപ്പൊ അതൊന്ന് കാണാന്നുള്ള രീതിയിൽ പുറത്തിറങ്ങിയത്. അങ്ങനെയുണ്ട് ഫായിസ്? സൂപ്പർ തന്നെയല്ലേ? ഒരു പഴയ ഒരു അത് മണ്ണും കൊണ്ട് പലതും ഉണ്ടാക്കിക്കുക. മണ്ണും ചെറിയ കല്ലുകളില്ല, ഉരുളൻ കല്ലില്ല, നമ്മളെ പുഴയിൽ നിന്നെല്ലാം കിട്ടുന്ന നമ്മുടെ നാട്ടിലെ അതും മണ്ണും ചേർത്തിട്ട് ഇവരെ എല്ലാം നിർമ്മിച്ചിരിക്കുന്നു. നല്ല ഹൈറ്റ് ഉണ്ടല്ലേ? നമ്മുടെ നാട്ടിലെല്ലാം ഒരു കോട്ടന് വേറൊരു രൂപല്ലേ? പക്ഷെ ഇത്ര ഒരു സംരക്ഷണം നമ്മുടെ നാട്ടിൽ കാണൂലല്ലോ. ഇല്ല. അത്രയും നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഒന്നും ഒരു കച്ചറ ഇല്ല എന്നുള്ളതാണ്. ഒരു പ്ലാസ്റ്റിക് ഒന്നുമില്ല. അല്ല, ഇങ്ങനെ ഒരു ഈ ഒരു സ്ഥലം ഇങ്ങനെ ലൊക്കേറ്റ് ചെയ്തെടുത്ത് ഇത്ര ഒരു ഇതിന്റെ ടൗണിന്റെ ഏരിയയിലാണ് നോക്കണല്ലേ? അതന്നെ, അതാ വേണ്ടേ അല്ലെ? ആധുനിക ലോകത്തിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു സ്ഥലം. എല്ലാ ആധുനികമായ ബിൽഡിങ്ങുകളാണ് ഇവിടെ ഉള്ള എല്ലാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ആ പഴയ പള്ളിയില്ലേ, ആ പള്ളിന്റെ ഉള്ളിലും സെൻട്രലൈസ്ഡ് ഏസി. അതാ നോക്കണ്ടേ, ഏത് മരത്തിന്റെ ഇടയിലൂടെ ആ തണുപ്പിങ്ങനെ കിരിഞ്ഞു വരുന്നത്. അതൊരു സംഭവം തന്നെയാണ്. മാഷാ അല്ലാ, എല്ലാം അടിപൊളിയാണ്. ये पुराना है ना, ये वाला? हाँ? ये जगह पूरा पुराना है ना? पुराना 200 साल पहले. 200 साल पहले. 200 वर्षों. तो ये वुड वाला है ना? वो पुराना वाला है और मॉडल ऐसा बना के रखा है? वो पुराना वाला है. वो पुराना वाला है. ओके. वो उधर आदमी को मारेगा ऐसा. हाँ, उसका हैंग करके उसमें रोप में हैंग करके उसमें तो मारेगा. मतलब पनिशमेंट उसमें दे दिएगा. ये भी क्या है, मेन गेट है? ये मेन गेट है. हाँ, वो साइड गेट है. സൈഡ് ഗേറ്റ്. ഓക്കെ. ये मेन गेट से जाता था पहले. 10 ദിർഹംസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോട്ടന്റെ ഉള്ളിൽ കാണാം. കാരണം അവിടെ വീഡിയോ അലോട്ടില്ല, അതുകൊണ്ട് അവിടെ എഴുതിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഡോറ് ओके. 5 साल हो गया इधर. 5 साल हो गया इधर. हाँ, ओके. सब बढ़िया, ठीक है. ഓക്കെ ജി, താങ്ക് യു. അപ്പൊ ഫ്രണ്ട്സ്, ഒരു കാര്യം പറയാനുള്ളത് എന്താ അറിയാം, ഇവിടെ ഒരാളെ കൊന്ന ഒരു മരം ഇവിടെ ഉണ്ട്. ഏതാ അറിയാം, ഒരു മരത്തടി. അത് എന്ന് പറഞ്ഞ ഒരു ശിക്ഷാ നടപടിയാണ്. പുരാതനം എന്ന് പറഞ്ഞ ഒരു 200 വർഷങ്ങൾക്കെല്ലാം അപ്പുറം എന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഒരു മരം ഇവിടെ സ്ഥാപിച്ചത് അതിന്റെ മുകളില് ഒരാളെ കൊന്നിക്കെന്നാ പറയുന്നത്. കാരണം കെട്ടിയിട്ടിട്ടാണ് കൊല്ലുക. കെട്ടിയിട്ടിട്ട് കൊന്നിക്കെന്നാ പറയുന്നത്. അപ്പൊ ഇവിടെയുള്ള സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോഴാണ് ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്. അത് മാത്രമല്ല, ഇവിടെ എഴുതിയും വെച്ചിട്ടുണ്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതാണ് ഈ മരം കേട്ട പൈസ കണ്ടിക്കല്ലോ. എന്താ മോനല്ലേ, ഇതുള്ള ഒരു അനുഭവം അല്ലല്ലേ? രാജാക്കന്മാരെ കാലത്തെല്ലാം ചെയ്ത ഇപ്പൊ 200 വർഷം. 200 വർഷം. 200 साल पुराना है बोले. അതില് കെട്ടിയ കയറിന്റെ പാടെല്ലാം കാണാതാ, മുകളിലോട്ടേക്ക് വലിച്ചു കെട്ടിയതിന്റെ ഇതാണ് കാണുന്നത്. ഒരു സംഭവം തന്നെ അല്ലേ? ഇവിടെയുള്ള പീരങ്കി ഇതെല്ലാം പഴയ തന്നെ. എല്ലാം പഴയ തന്നെ. 200 വർഷങ്ങൾക്കപ്പുറമുള്ള എല്ലാം ഇവിടെ കാണുന്നതിൽ 200 ഒന്നായിരിക്കില്ല, ഇത് പീരങ്കി എല്ലാം കുറെ ഒരുപാട് വർഷങ്ങളായിക്കുണ്ടാവും. അതുപോലെ തന്നെ ഇത് കണ്ടിക്ക, ഇത് അങ്ങോട്ടെല്ലാം കാണിച്ചു നോക്കതാ, ഒരു ഏരിയ കംപ്ലീറ്റ് ഇതിനു വേണ്ടി എല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ്. അതിന്റെ നമ്മളെ സംസ്കരിച്ച പള്ളി തന്നെ. ഇത് മെയിൻ ഗേറ്റ് എന്നാ പറഞ്ഞ സെക്യൂരിറ്റി പറഞ്ഞ മെയിൻ ഗേറ്റാ പോലെ. ഇത് മെയിൻ ഗേറ്റ്, സെക്കൻഡ് ഗേറ്റ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇവിടെ ഷാർജയിലും ഉണ്ട് കാണാൻ ഒരുപാട്. അപ്പം വായിസ് വന്നത് കൊണ്ട് മാത്രം എനിക്കിതിപ്പം പിന്നെ കാണാനായത്. എന്തായാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ പോയി കണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടി. ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ പോകുന്നേരം യൂട്ടേൺ അടിച്ച് പോകുമ്പോ ഇതിങ്ങനെ കണ്ടതാണ്. അങ്ങനെ ചിക്കാഗോ ഇത് കാണിച്ചു തരാം. എന്തായാലും അടിപൊളി വായിച്ച. കാരണം ഒരു വല്ലാത്തൊരു അനുഭവം, ഫീലിംഗ്. അതിന്റെ ഉള്ളിലെല്ലാം കയറിയാലോ, പഴയ എന്തോ ഒരു ഏരിയയിൽ എത്തിയില്ലേ. പക്ഷെ നമുക്ക് അതിന്റെ ഉള്ളിൽ വീഡിയോ എടുക്കാനുള്ള ഒരു ഇതില്ല കേട്ടാ. അതല്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് ഇറങ്ങിയത്. അതാ
പിന്നെ വെച്ചാ പള്ളി നിസ്കരിക്കാൻ വെറും പഴയ പള്ളിയല്ലേ, ആ തൂണും അല്ലല്ലേ. എന്തൊരു സുഖാണ് അതില്. ഒരു മേലെ നോക്കുന്നവരെ ഈന്തപ്പനന്റെ പീസുകൾ മാത്രം മൊത്തം അടുക്കി വെച്ചിട്ട്. ഈ കോട്ടയുടെ ഭാഗം തന്നെ ഈ മൈതാനം, അതെന്തിന്റെ ഉപയോഗം ഒന്നും അറിയില്ല. പള്ളിക്കുള്ളിൽ രണ്ടാൾ ഇവിടെ കാവലുണ്ടേ, 2 പേര് ഇതവിടെ കിടന്നിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മച്ചെല്ലാം നോക്കുക, അതുപോലെ മാക്സ് ഉണ്ട് ഇവിടെ, പെട്രോൾ മാക്സ്. നമ്മൾ പണ്ട് കല്യാണത്തിനെല്ലാം യൂസ് ചെയ്തിരുന്ന അതേ സംഭവം പള്ളിക്കകത്തും പുറത്തും എല്ലാം. അതുപോലെ തന്നെ നമ്മുടെ റാന്തൽ വിളക്കുകൾ തൂക്കിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് കോട്ടയുടെ വിശേഷങ്ങളൊക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മളെ ഇതുവരെ ക്യാമറ ചെയ്തിരുന്നത് നമ്മളെ വായിസ് അതേ മരുവന്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ. ഇൻഷാ അല്ലാഹ്.